എക്സാം പ്രിപ്പറേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കഴിഞ്ഞ കൊല്ലത്തെ ചോദ്യപേപ്പർ ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. അതിലൂടെ നിങ്ങൾക്ക് നമ്മുടെ 7ാം ക്ലാസ്സിലെ പാഠഭാഗത്തിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ സാധ്യത, എങ്ങനെയുള്ള മോഡലാണ് വരാൻ സാധ്യത എന്നൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഒപ്പം തന്നെ ഓരോ പ്രവർത്തനവും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയയും നമുക്ക് ലഭിക്കും. അപ്പോൾ ആദ്യത്തെ സർഗർമി നോക്കൂ. ഇവിടെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, പോർബന്ദർ, ഗുജറാത്ത്. അതുപോലെ തന്നെ പൈതായിഷ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഒക്ടോബർ 2, 1869. അതുപോലെ തന്നെ വഫാത്ത് ജനുവരി 30 അല്ലേ, ജനുവരി 30, 1948. കസ്തൂർബ ഗാന്ധി. അപ്പോൾ ഇതൊക്കെ ആരൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലേ, ഇതൊക്കെ ആരൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇനി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ ചോദ്യമായിട്ട് തന്നിട്ടുള്ളത് സർഗർമി 1ലെ ആദ്യത്തെ ചോദ്യം, ഗാന്ധിജി കോ ഹം പ്യാർ സെ ക്യാ പുകാർത്തെ ഹേ. ഗാന്ധിജിയെ നമ്മൾ സ്നേഹത്തോടെ എന്താണ് വിളിക്കുന്നത് എന്നാണ്. നേതാജി, ചാച്ചാജി, ബാപ്പുജി, സർദാർജി. നമുക്കറിയാം ബാപ്പുജി എന്നാണ് നമ്മൾ സ്നേഹത്തോടു കൂടെ ഗാന്ധിജിയെ വിളിക്കുക അല്ലേ. ഇനിയിപ്പോൾ ചാച്ചാജി ആണെന്നുണ്ടെങ്കിൽ അത് ആരായിരിക്കും? അത് ജവഹർലാൽ നെഹ്റു ആണ്. നേതാജി ആണെന്നുണ്ടെങ്കിൽ സുഭാഷ് ചന്ദ്രബോസ് ആണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കാം, ഇവിടെ ഗാന്ധിജിക്ക് പകരം നമുക്ക് നേതാജിയോ അല്ലെങ്കിൽ തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെയൊക്കെ ചിത്രം വരാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഇത് ഗാന്ധിജി തന്നെ വരുമെന്ന് വിചാരിക്കരുത്. നമുക്കിതിന് പകരമായിട്ട് വേറെ ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ചിത്രം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് ജഷ്നെ ആസാദി എന്നുള്ള പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവരെയൊക്കെ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മൾ മുജാഹിദീനെ ആസാദികളുടെ പേര് പഠിച്ചിട്ടുണ്ട്, അതൊക്കെ പഠിക്കുക. അതുപോലെ തന്നെ അതിൽ എഴുതാൻ പറയുന്നുണ്ട് അല്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയെക്കുറിച്ച്. അപ്പോൾ അതെങ്ങനെയാണ് എഴുതുക എന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇവിടെ നിങ്ങൾക്ക് എന്താ, ഇവിടെ നമുക്ക് ഹിൻഡുകൾ തന്നിട്ടുണ്ട്, ഇവിടെ നമുക്ക് സൂചകങ്ങൾ തന്നിട്ടുണ്ട്. ഇത് വെച്ചാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. നോക്കൂ, ഇതിൽ രണ്ടാമത്തെ ചോദ്യം, ബച്ചോ ऊपर गांधी के बारे में चंद मालूमात दी गई है, उनकी रोशनी में गांधी के बारे में वाज़िह करके लिखिए. എന്താ പറഞ്ഞത്? മുകളിൽ ഗാന്ധിജിയെക്കുറിച്ച് കുറച്ച് വിവരങ്ങൾ തന്നിട്ടുണ്ട്, അത് വെച്ച് നമ്മൾ ഗാന്ധിജിയെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ. നോക്കൂ, ഗാന്ധിജി അല്ലേ. അപ്പോൾ ഇവിടെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ഇതെന്താ സംഭവം? ഗാന്ധിജിയുടെ മുഴുവൻ പേരാണ്. പിന്നെ പോർബന്ദർ, ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഗാന്ധിജി ജനിക്കുന്നത്. അതുപോലെ തന്നെ ജനനം ഈ വർഷത്തിലാണ്, മരണം ഈ വർഷത്തിലാണ്. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഗാന്ധിജിയെക്കുറിച്ച് നമുക്ക് നോട്ടൊന്ന് തയ്യാറാക്കി നോക്കാം അല്ലേ. എങ്ങനെയാണെന്ന് നോക്കാം. നോക്കൂ, വേണമെന്നുണ്ടെങ്കിൽ ആദ്യം എഴുതാം ഗാന്ധിജി ഹമാര ബാബായി കൗം ഹേ എന്ന് എഴുതാം, അറിയുന്നവർക്ക് കേട്ടോ. ഗാന്ധിജി ഹമാര ബാബായി കൗം ഹേ, നമ്മുടെ രാഷ്ട്രപതിയാണ് അല്ലേ. പിന്നെ ഗാന്ധിജി കാ പൂരാ നാം എന്താ? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഹേ. ഓക്കെ. പിന്നെ ആപ്പ पोरबंदर गुजरात में पैदा हुए. വേണമെന്നുണ്ടെങ്കിൽ പോർബന്ദർ ഗുജറാത്ത് മേ, ഈ വരിയും കൂടി എടുത്തെഴുതാം. 2 अक्टूबर 1869 ईस्वी को पैदा हुए. ഇനി അടുത്ത വരിയിൽ എന്തെഴുതാം? ആപ്കെ വഫാത്ത് അല്ലേ, ആപ്കെ വഫാത്ത്. ഇവിടെ വർഷമുണ്ട് അല്ലേ, 30 ജനുവരി 30, 1948 മേ ഹുയേ. പിന്നെയോ കസ്തൂർബ ഗാന്ധി, ഗാന്ധിജി കാ ബീവി ഹേ, ഭാര്യയാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഗാന്ധിജിയെക്കുറിച്ച് എഴുതാം. ഇനി നമുക്ക് അടുത്ത ചോദ്യം.
ഇനി അടുത്ത സർഗർമി നോക്കാം. നോക്കൂ, ആകാശ് ദീപ് കാ സാത്തി ഹൂം, ഗർമേ ദിയേ ജലാത്തി ഹൂം, മീട്ടാ മീട്ടാ തഹ്വാർ ഹോ, ബോലോ ബോലോ കോൻ ഹൂമേ. ഇതിൽ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കാം അല്ലേ. ഇങ്ങനെ ഒരു സംഭവം തന്നിട്ടുണ്ട്, ഒരു പഹേലി തന്നിരിക്കുന്നുണ്ട്. പഹേലി ബൂജിയെ ഓർ സൊഹി ജവാബ് ചുൻകർ ലിഖി. ഈ പഹേലി വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതണം. നമ്മൾ പാഠഭാഗത്തിൽ ഹുദാക്കി അപ്നി ബസ്തി എന്നുള്ള പാഠഭാഗത്തിൽ ഹാത്തിയെക്കുറിച്ച് കട്ടലിനെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പഹേലി എഴുതുന്നുണ്ട് അല്ലേ, എഴുതിയില്ലേ? ഓർമ്മയുണ്ടാവും. അതുപോലെ ഇവിടെ ഏത് ആഘോഷത്തിനെ കുറിച്ചാണ് ഇവിടെ പഹേലി തന്നിട്ടുള്ളത് നോക്കാം. നോക്കൂ, ആകാശ് ദീപം, അതുപോലെ തന്നെ വീടുകളിലൊക്കെ ദീപം കത്തിക്കുന്ന, അതുപോലെ മധുര പലഹാരങ്ങളൊക്കെ വിതരണം ചെയ്യുന്ന ആഘോഷത്തിൻ്റെ പേരെന്താണ്? നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും, എല്ലാവരുടെ മനസ്സുകളിലും ഉത്തരം വന്നിട്ടുണ്ടെന്ന് അറിയാം. എന്നാലും നോക്കാം. ഓണം, ദീപാവലി, ഈദ്, ഹോളി. നമുക്കറിയാം ദീപാവലിയാണ്. ഓണം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താ? പൂക്കളം ബനാത്തേഹേ അല്ലേ. അതുപോലെ തന്നെ ഈദാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമാസ് ഉണ്ടാവും ഇല്ലേ, നിസ്കാരം, ആ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. പിന്നെ ഹോളി ആണെന്നുണ്ടെങ്കിൽ അത് വേറെയാണ് അല്ലേ. അപ്പോൾ ഓരോരോ ആഘോഷങ്ങൾക്കും ഓരോരോ പ്രത്യേകതകൾ ഉണ്ട്. അപ്പോൾ ഇനി നോക്കൂ, ഹിന്ദുസ്ഥാൻ में इसी तरह के कई त्यौहार है. आपका पसंदीदा त्यौहार कौन सा है? उसकी ख़ुसूसियात क्या क्या हैं? अपने अल्फाज में लिखिए. എന്താ പറഞ്ഞത്? ഇന്ത്യയിൽ ഇതുപോലെ പലതരത്തിലുള്ള തഹ്വാറുകളുണ്ട്. നിങ്ങൾക്കിഷ്ടപ്പെട്ട തഹ്വാർ ഏതാണ്? അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്? നിങ്ങളുടേതായ വാക്കുകളിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തായാലും എന്ത് പഠിക്കണം? ഏതെങ്കിലും ഒരു തഹ്വാറിനെ കുറിച്ച് എഴുതാൻ പഠിക്കണം എന്നാണ് ഇതിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. മനസ്സിലായോ? അപ്പം ഓണത്തിനെ കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ എഴുതാം അല്ലേ. ഓണം എഴുതാം. ഓണം സിമ്പിളായിട്ട് നമ്മളെല്ലാവരും പഠിക്കുന്നുണ്ട്. ഓണം ഹമാര കൗമി തഹ്വാർ ഹേ, അല്ലെങ്കിൽ കേരള കാ കൗമി തഹ്വാർ ഹേ അല്ലേ. ഓണം केरला का कौमी त्यौहार है. इस दिन हम मज़ेदार खाना पकाते हैं. രുചികരമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കാത്ത ആഘോഷം ഏതും തന്നെ ഉണ്ടാവില്ല അല്ലേ. പിന്നെയോ, നയേ നയേ കപ്പടെ പഹൻതേ ഹേ. പിന്നെയോ, घर आंगन में പൂക്കളം ബനാത്തേ ഹേ. അപ്പം ഇത്രയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ തഹ്വാർ എന്നുള്ള വാക്ക് പഠിച്ചു വയ്ക്കുക. ആഘോഷം, അതുപോലെ തന്നെ മസേദാർ ഖാന രുചികരമായിട്ടുള്ള ഭക്ഷണം, നയേ കപ്പട അഥവാ പുതിയ വസ്ത്രങ്ങൾ, ഇതൊക്കെ നമുക്ക് ഏത് ആഘോഷത്തിനെ കുറിച്ച് ചോദിച്ചാലും എഴുതാൻ പറ്റുന്നതാണ്. പിന്നെ അതിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേകതകളും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് തഹ്വാറിനെ കുറിച്ച് വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. അതുമല്ല എന്നുണ്ടെങ്കിൽ എല്ലാത്തിനും എഴുതാൻ പറ്റുന്ന ഒന്നുണ്ട്. നമ്മൾ റിഷ്തദാറുകളുടെ വീട്ടിൽ പോകുന്നു വേണമെന്നുണ്ടെങ്കിൽ അത് എഴുതാം. ഇസ് ദിൻ ഹം റിഷ്തദാറോं के घर जाते हैं. ഈ ഒരു 4 സെൻറ്റൻസ് പഠിച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് മസേദാർ ഖാന പുക്കാത്തേ ഹേ, നയേ കപ്പടെ പഹൻതേ ഹേ, പിന്നെ റിഷ്തദാറോं के घर जाते हैं. ഈ വാചകങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ആഘോഷത്തിനെക്കുറിച്ച് ചോദിച്ചാലും എഴുതാൻ കഴിയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ആഘോഷത്തിനെക്കുറിച്ച് എഴുതാൻ പഠിക്കുക. അത് ഏതാവട്ടെ, ഈ വാക്കുകളുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. നോക്കാം. सरगर्मी 3. प्यारे बच्चों, आज यौम आज़ादी है. 15 अगस्त को हम यौम आज़ादी का जश्न धूमधाम से मनाते हैं. आपको मालूम है कि देश की आज़ादी के लिए बहुत लोगों ने कोशिश की. कई मुजाहिदीन आज़ादी ने अपनी जान कुर्बान करके अंग्रेज़ों से हमारे मुल्क को आज़ाद कराया. आज हमारे मुल्क में सब लोग मिलजुल कर रहते हैं. പിന്നെ ഡാഷാണ് അല്ലേ. ഇതെന്താണ്? ഇതൊരു പ്രസംഗമാണ്, ഇതൊരു തക്രീറാണ്.
എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞത്? ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ്. ഓഗസ്റ്റ് 15 നമ്മൾ യൗമേ ആസാദി സ്വാതന്ത്ര്യദിനം വളരെ ആഘോഷപൂർവ്വം ആഘോഷിക്കുന്നുണ്ട് അല്ലേ? പിന്നെയോ നിങ്ങൾക്കറിയാം ദേശത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ പരിശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ജീവനൊക്കെ ബലിയർപ്പിച്ചിട്ടാണ് ഇംഗ്ലീഷുകാരിൽ നിന്ന് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മുടെ രാജ്യത്തിനെ സ്വതന്ത്രമാക്കിയത്. ഇന്ന് നമ്മുടെ ലോകത്ത് എല്ലാ ആളുകളും ഐക്യത്തോടുകൂടെ അല്ലെങ്കിൽ ഒരുമയോടുകൂടെ ജീവിക്കുന്നു. ഇനി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് തക്രീർ ഓർ സേ പഠിയെ ഓർ സവാലോം കെ ജവാബ് ലിഖിയെ. ഈ പ്രസംഗം നല്ല ശ്രദ്ധാപൂർവം വായിച്ചിട്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതുക. യൗമേ ആസാദി കബ് മനായ ജാത്താ ഹെ എന്നാണ് ആദ്യത്തെ ചോദ്യം. വളരെ സിമ്പിളാണ് അല്ലേ? എപ്പോഴാണ് യൗമേ ആസാദി? യൗമേ ആസാദി 15 അഗസ്റ്റിനാണ്. ഇനിയിപ്പോൾ ജനുവരി 26-നാണെങ്കിൽ എന്താ സംഭവം? അത് യൗമേ ജംഹൂരിയാണ് അല്ലേ? അഥവാ ഇതിൽ നമ്മൾ എന്ത് പഠിക്കണം എന്നാണ് പറയുന്നത്? നമ്മൾ ഹാസ് ദിൻകൾ പഠിക്കുന്നുണ്ട് അല്ലേ? ഹാസ് ദിനവും അഥവാ പ്രത്യേക ദിനങ്ങൾ അതിൽപ്പെട്ടതാണ് ഈ ചോദ്യം. അപ്പോൾ യൗമേ ജംഹൂരിയാണ് ജനുവരി 26-ന്. ഇനിയിപ്പോൾ നവംബർ 14-നാണെങ്കിൽ എന്താ? യൗമേ ഇത്തിഫാലാണ് അഥവാ ശിശുദിനം അല്ലെങ്കിൽ ബച്ചോം കാ ദിൻ എന്നൊക്കെ പറയാം. ഇനിയിപ്പോൾ അഗസ്റ്റ് 2 ആണെന്നുണ്ടെങ്കിലോ അന്നെന്താ? അന്ന് ഗാന്ധിജിക്ക് പൈതായിഷി ദിനാണ്. ഗാന്ധിജിക്ക് പൈതായിഷി ദിൻ അഥവാ ഗാന്ധി ജയന്തി അല്ലേ? അപ്പോൾ ഈ പ്രത്യേക ദിനങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വയ്ക്കുക. ഇതിൽ സ്വാതന്ത്ര്യദിനം തന്നു എന്ന് പറഞ്ഞിട്ട് സ്വാതന്ത്ര്യദിനം തന്നെ ചോദിക്കണമെന്നില്ല, ഏത് വേണമെങ്കിലും വരാം. ഓക്കെ. ഇനി ഇതിൽ രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ബച്ചോ हिंदुस्तान के जंगे आज़ादी में कई मुजाहिदीन आज़ादी हिस्सा लिए हैं. 4 मुजाहिदീൻ ആസാദി के नाम लिखिए. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾ പങ്കെടുത്തിട്ടുണ്ട്. 4 സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരെഴുതുക. വളരെ സിമ്പിളാണ് അല്ലേ? ഗാന്ധിജി, അതുപോലെ തന്നെ പിന്നെ ആരൊക്കെ? അപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് പഠിക്കണം എന്നാണ് പറയുന്നത്. നെഹ്റു, അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസ്, പിന്നെ ഭഗത് സിംഗ്. അപ്പോൾ ഒരു 4 പേരുടെ പേര് നമ്മൾ തീർച്ചയായും പഠിച്ചു വയ്ക്കുക. ഇനിയിപ്പോൾ 4 പേരുടെ പേര് നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്കിതിന് സിമ്പിളായിട്ട് ഉത്തരം എഴുതാൻ പറ്റും. എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ അതൊന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അതിശയാകും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആൻസർ ഉണ്ടായിരുന്നു എന്ന്. ഇവിടെ നോക്കൂ, നേതാജി, ചാച്ചാജി, ബാപ്പുജി, സർദാർജി. കണ്ടോ? ഇതും എഴുതിയാലും എന്താണ്? അതും മുജാഹിദീൻ ആസാദികളുടെ പേര് തന്നെയാണ് അല്ലേ? അല്ലേ? ചാച്ചാജി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം നെഹ്റു ആണെന്നുള്ളത്. ബാപ്പുജി ആണെന്നുണ്ടെങ്കിൽ ഗാന്ധിജിയാണ്. നേതാജി ആണെങ്കിൽ സുഭാഷ് ചന്ദ്രബോസാണ്. അപ്പം ഞാനിത് കാണിച്ചു തന്നത് എന്തിനാണെന്നറിയോ? നമ്മുടെ ഓരോ ചോദ്യങ്ങൾ തമ്മിലും എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങളുണ്ടാവും. അപ്പം നിങ്ങൾ ചോദ്യം വായിക്കുമ്പോൾ കൃത്യമായിട്ട് വായിക്കുക. ഓരോ ചോദ്യത്തിനുമുള്ള കുറച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അടുത്ത ചോദ്യത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കി വേണം ഉത്തരം എഴുതാൻ. നോക്കൂ, അടുത്തത് മൂന്നാമത്തെ. ഹമാരാ വതൻ കൈസേ ആസാദ് ഹുവ, അപ്നെ അൽഫാസ് മേ ബയാൻ കീജിയെ. നമ്മുടെ രാജ്യം എങ്ങനെയാണ് സ്വതന്ത്രമായത് അല്ലെങ്കിൽ എങ്ങനെയാണ് സ്വാതന്ത്ര്യം നേടിയത് എന്ന് നിങ്ങളുടേതായ വാചകങ്ങളിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇതിൽ നിന്ന് വായിച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ? നോക്കൂ എങ്ങനെയാണ്. ദേശ് കി ആസാദി കെ ലിയെ ബഹുത് ലോഗോ നെ കോശിഷ് കി, कई मुजाहिदीन आज़ादी ने अपनी जान कुर्बान करके अंग्रेज़ों से हमारे मुल्क को आज़ाद कराया. മനസ്സിലായോ? ഇതാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ. അപ്പോൾ ചോദ്യം കൃത്യമായിട്ട് വായിക്കുക. തന്നിരിക്കുന്ന പാരഗ്രാഫുകളോ കവിതയോ എന്താണോ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അത് വൃത്തിയായി വായിക്കുക. വായിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ ഉത്തരമുണ്ട്. വളരെ സിമ്പിളാണ്. ഇനി ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കൊന്നും അല്ല അല്ലേ? വലിയൊരു ടാസ്ക്കൊന്നും അല്ല. നിങ്ങൾ ചോദ്യത്തിൻ്റെ തുടക്കവും അതുപോലെ തന്നെ ചോദ്യത്തിൻ്റെ അവസാനവും അതൊന്ന് നന്നായി നോക്കുക. എന്നിട്ട് ഇവിടെ നോക്കൂ, ഇവിടെയാണ് ആസാദ് എന്നുള്ള വാക്ക് വരുന്നത് അല്ലേ? ചിലവരെന്ത് ചെയ്യും, ഇങ്ങനെയുള്ള വാക്ക് വെച്ചിട്ട് അത് കണ്ടുപിടിക്കുന്നുണ്ടാവും. അവിടെ ഉണ്ടല്ലോ ഹമാരേ മുൽക്കോ ആസാദ് കരായ. അപ്പോൾ ഇതിൻ്റെ മുന്നിലുള്ള സെൻറ്റൻസ് കണ്ടില്ലേ, അതേതാണെന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം,
അങ്ങനെ കുറച്ച് ട്രിക്കുകൾ ഉപയോഗിച്ചിട്ട് നമുക്കിതിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചോദ്യവും ഉത്തരവും വായിക്കാൻ. ഇനി അടുത്തത് നമ്മുടെ സർഗർമി 4 യൗമെ കിസാൻ കെ ജശ്ൻ മേ സ്കൂൾ കെ ബച്ചോ ने एक जुलूस निकालने का फैसला किया है. അഥവാ കർഷക ദിനം. കർഷക ദിനവുമായി ബന്ധപ്പെട്ട് സ്കൂളിലെ കുട്ടികൾ ഒരു ജുലൂസ്, ഒരു റാലി നടത്താൻ തീരുമാനിച്ചു. ബച്ചോ കേത്തി കി അഹ്മിയത് പർ പ്ലക്കാർഡ് കെ ലിയെ 2 നുഅരെ തയ്യാർ കീജിയെ. കൃഷിയുടെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, 2 പ്ലക്കാർഡ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. പ്ലക്കാർഡിൽ എഴുതുന്ന ഒരു മുദ്രാവാക്യം ഉണ്ടാവുമല്ലോ, അത് കേത്തി ഹമാരി തഹസീബ് ഹേ, അഥവാ കൃഷി നമ്മുടെ സംസ്കാരമാണ്. ഇനി ഇവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് 2 പ്ലക്കാർഡ് നിർമ്മിക്കാം. ജാൻ, സിഹത്ത്, ഖാന, ജരൂരി, ഫായിദാമന്ത്, ഭൂഖ് മിട്ടാന. അപ്പം എന്തൊക്കെ എഴുതാം, നമുക്ക് ഒരെണ്ണം എഴുതി നോക്കിയാലോ. ഇതിൽ ജാൻ എന്ന് പറഞ്ഞാൽ ജീവൻ, സിഹത്ത് ആരോഗ്യം, ഖാന ഭക്ഷണം, ജരൂരി അത്യാവശ്യം, ഫായിദാമന്ത് ഉപയോഗം, ഭൂഖ് മിട്ടാന വിശപ്പകറ്റുക. അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്കൊരു 2 പ്ലക്കാർഡ് എങ്ങനെ തയ്യാറാക്കണം നോക്കാം അല്ലേ. നോക്കൂ, ഞാനിങ്ങനെ വളരെ സിമ്പിളായിട്ട് എഴുതുകയാണ്. കേത്തി ഹമാരി ജാൻ ഹേ. ഇനി ഇങ്ങനെയാണ് എഴുതുന്നത്, കൃഷി നമ്മുടെ ജീവനാണ്. പിന്നെ അടുത്തത് ഞാൻ എഴുതുന്നു, ഖാന കെ ലിയെ खेती ജരൂരി ഹേ. ഭക്ഷണം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കൃഷി അത്യാവശ്യമാണ്, ഭക്ഷണത്തിന് കൃഷി അത്യാവശ്യമാണ്. അപ്പം ഞാൻ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഇതുപോലെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് എന്ത് ചെയ്യുക, പ്ലക്കാർഡുകളൊക്കെ തയ്യാറാക്കാനായിട്ട് നോക്കുക. അപ്പം ഇതിൽ നോക്കൂ, കേത്തി ഹമാരി തഹസീബ് ഹേ, ഞാനിവിടെ കേത്തി ഹമാരി ജാൻ ഹേ എന്ന് എഴുതി. ഓക്കെ, അതുപോലെ തന്നെ ഖാന കെ ലിയെ കേത്തി ജരൂരി ഹേ. അനുയോജ്യമായ വാക്കുകളൊക്കെ യോജിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെയുള്ള പ്ലക്കാർഡുകളൊക്കെ തയ്യാറാക്കുക. ഇനി അടുത്തത് നോക്കൂ, കേത്തി കെ ബാരെ മേ ആപ്പ് ക്യാ ജാൻതേ ഹേ, കേത്തി കർണേ സേ ഹമേ ക്യാ ക്യാ ഫായിദ ഹേ, ആപ്പ് കെ ഹയാലാത്ത് ലിഖിയേ. കൃഷിയെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അറിയുക, കേത്തി ചെയ്യുന്നതുകൊണ്ട്, കൃഷി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് നേട്ടങ്ങൾ, ആ നേട്ടങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എഴുതിയ ഇത് കണ്ടോ, ഈ പ്ലക്കാർഡിലെ ഈ വാക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഉപയോഗിക്കാം. കേത്തി ഹമാരി തഹസീബ് ഹേ, പിന്നെ നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ള കേത്തി ഹമാരി ജാൻ ഹേ അതെഴുതാം. പിന്നെ ഖാന കെ ലിയെ കേത്തി ജരൂരി ഹേ. ഇതെല്ലാം ചേർത്ത് വെച്ചാലും, ഈ എഴുതിയിട്ടുള്ള പ്ലക്കാർഡുകൾ അതെല്ലാം എഴുതി വെച്ചാലും എന്ത് ചെയ്യാൻ പറ്റും, അതെല്ലാം കൂടി യോജിപ്പിച്ച് വെച്ചാലും നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ഈ കേത്തിയെക്കുറിച്ചൊരു നോട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഓരോന്നും ശ്രദ്ധാപൂർവം ചെയ്യുക. ഇനി അടുത്തത് 5-ലെ എ ആണ്, അഥവാ ഇതിൽ ഓപ്ഷൻ ഉണ്ടെന്നാണ് അർത്ഥം അല്ലേ, ബിയും ഉണ്ടാകും. അപ്പോൾ ഇതിൽ യേ ഹിന്ദുസ്ഥാൻ ഹേ ഹമാരാ വത്തൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നസ്മാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മുഹബത്ത് കി ആംഖോं का तारा वतन हमारा वतन दिल से प्यारा वतन वो उसके दरख्तों की तैयारियाँ वो फल फूल पौधे वो पलवारियाँ हमारा वतन दिल से प्यारा वतन. ഈ കവിത എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ട് അല്ലേ, നമ്മൾ പഠിക്കുന്ന പാട്ട് തന്നെയാണ്, നമ്മൾ പഠിച്ച പദ്യം തന്നെയാണ് നമ്മുടെ 4ാമത്തെ പാഠഭാഗം. ഓക്കെ, ഇനി നസ്മ ഓർ സെ പഠിയേ ഔർ സവാലോം കി ജവാബ് ലിഖിയേ. ഈ നസ്മ നന്നായി വായിച്ചിട്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതുക. ഹിന്ദുസ്ഥാൻ കാ കൗമി പരിന്ദ കോൻ സാ ഹേ. ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ്? നമുക്കറിയാം, മോർ ആണ്. ഇതിൽ കൗമി പരിന്തയാണ് ചോദിച്ചിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങളോട് വേണമെന്നുണ്ടെങ്കിൽ കൗമി അലാമത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, റിയാസത്തി അലാമത്തുകളും പഠിച്ചിട്ടുണ്ട് അല്ലേ, ദേശീയ ചിഹ്നങ്ങളും സംസ്ഥാന ചിഹ്നങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഒന്നെന്നെ വരുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ പോകരുത്. ഇത് ഒരു മോഡലാണ്, അപ്പോൾ നിങ്ങൾ അതെല്ലാം പഠിക്കണം, ആ മേഖല പഠിക്കണം എന്നാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. മുകളിലത്തെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ അതിൽ നിങ്ങളോട് കേത്തിയെക്കുറിച്ച് മാത്രമേ ചോദിക്കൂ എന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ പച്ചക്കറികളെക്കുറിച്ച് ചോദിക്കാം, പച്ചക്കറികളുടെ പേരുകൾ ചോദിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ പച്ചക്കറിയെക്കുറിച്ച് നോട്ട് എഴുതാൻ ചോദിക്കാം. മനസ്സിലായോ? അപ്പോൾ നിങ്ങളെല്ലാം പ്രതീക്ഷിച്ച് വേണം പോകാൻ. ഈ ഒരു ചോദ്യം ചോദിച്ചതുകൊണ്ട് ഇത് മാത്രമേ വരുള്ളൂ എന്നല്ല, ഇതിലൂടെ ബന്ധപ്പെട്ട മേഖല മുഴുവൻ നമ്മൾ മനസ്സിലാക്കണം.
അതിന് പകരമായിട്ട് കേരള റിയാസത്തി പരിന്ത കൊൻസാഹെ എന്ന് ചോദിച്ചൂടെ? അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പഠിക്കണം. ഇനി ഹിന്ദുസ്ഥാൻ കി ഖുസൂസിയാത്ത് ക്യാ ക്യാ ഹേ, യഹാ കെ നസാറ കൈസേ ഹേ, ഹിന്ദുസ്ഥാൻ കെ ബാരെ മേ നോട്ട് തയ്യാർ കീജിയെ. ഇന്ത്യയെക്കുറിച്ച് നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കവിതയിലെ വരികളൊക്കെ ഒന്ന് ചേർത്ത് വെച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സൂപ്പറായിട്ട് ഹിന്ദുസ്ഥാനെ കുറിച്ച് എഴുതാൻ പറ്റും. നമുക്ക് ആദ്യത്തെ നമുക്ക് ഇങ്ങനെ എഴുതാം, യേ ഹിന്ദുസ്ഥാൻ, ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, യേ ഹിന്ദുസ്ഥാൻ ഹമാരാ വതൻ ഹെ, യേ ഹിന്ദുസ്ഥാൻ ഹമാരാ വതൻ ഹെ. പിന്നെ യേ അല്ലെങ്കിൽ ഹമാരാ വതൻ, ഇനി വീണ്ടും എഴുതാം അടുത്ത വരിയായിട്ട്, ഹമാരാ വതൻ ദിൽ സേ പ്യാരാ വതൻ. ഇനി ഹേ, 2 വരിയായില്ലേ. പിന്നെ ഇവിടെ എന്തൊക്കെ കാണാം, യഹാ അല്ലേ. ഇനി അടുത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാം. ഇവിടെ കണ്ടില്ലേ, പൽ, പൂൽ, പൗദേ, പൽവാരിയ, ഇതൊക്കെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ദർഹത്തുകളുണ്ട്, കണ്ടോ. ഇതെല്ലാം ചേർത്ത് വെച്ച് നമുക്ക് എഴുതാം, യഹാ തര തര കെ ദർഹത്തോ പൽ फूल और पौधे है അല്ലേ. പിന്നെ യഹാക്കെ നസാറ കൈസേ ഹെ എന്ന് ചോദിച്ചിട്ടുണ്ടായി അല്ലേ. അതിനുള്ള ഉത്തരമായിട്ടാണ് നമ്മളിവിടെ എഴുതിയത്. ഹിന്ദുസ്ഥാൻ ഹമാരാ ആംഖോ കാ താരാ ഹെ അല്ലേ. ഇത് ഏത് വരിയിൽ നിന്നാണ് ഞാൻ എഴുതിയത്? ഈ വരിയിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ ഈ വരികൾ ഉപയോഗിച്ച് തന്നെ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, തന്നിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, എന്തിനെക്കുറിച്ചാണോ എഴുതേണ്ടത് അത് ആദ്യം വരിക. അഥവാ ഹിന്ദുസ്ഥാനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ സെൻറ്റൻസിൻ്റെ ആദ്യത്തിൽ ഹിന്ദുസ്ഥാൻ എന്ന് വരുന്ന പോലെ, അല്ലെങ്കിൽ അതിന് മുന്നേ ഹമാര ഹിന്ദുസ്ഥാനോ യേ ഹിന്ദുസ്ഥാനോ അവസാനം ഹേ വരുന്നത് പോലെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു സ്ട്രക്ചറിൽ എന്ത് ചെയ്യാം, നമ്മൾ ജുംല തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കവിതയിൽ നിന്ന് തന്നെ ഇതുപോലെ പെട്ടെന്ന് ജുംല തയ്യാറാക്കാനോ നോട്ട് തയ്യാറാക്കാനോ ഒക്കെ സാധിക്കും. ഇനി ഇതിൽ 5ൽ ബി ആണ് കേട്ടോ. ഹര ബര സാ കേരൾ ഹേ, ഫസലോं का ये खजाना है, नारियल और सुपारी है, काली मिर्च काजू है, मेहनत करने वाले हैं, ലോക് യഹാക്കി പ്യാരേ ഹേ. കേരളത്തിനെ കുറിച്ചുള്ള ഒരു കവിതയാണ് തന്നിട്ടുള്ളത്. കേരളത്തിനെ കുറിച്ചല്ലേ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. നാരിയലും സുപ്പാരിയും, കാലി മിർച്ച് കുരുമുളകാണ് അല്ലേ. ഫസലോ കായി ഹസാന ഹേ, ഇത് വിളകളുടെ അല്ലേ ഖജനാവാണ്. പലതരത്തിലുള്ള വിളകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ മെഹനത്ത് കർണേ വാല, നമുക്കറിയാലോ അധ്വാനിക്കുന്നവരാണ് ഇവിടെയുള്ളവർ, ഇവിടുത്തെ ആളുകൾ പ്രിയപ്പെട്ടവരാണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യത്തെ നോക്കൂ. ഇൻ ഇഷ്ആർ മേ ചന്ദ് പൈതാവറോ കെ നാം ആയേ ഹേ ചുൻകർ ലിഖി. കുറച്ച് പൈതാവറുകളുടെ പേര് വരുന്നുണ്ട്, അത് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം അല്ലേ ഏതൊക്കെയാണ്, നാരിയൽ, സുപ്പാരി, കാലി മിർച്ച്, കാജു അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് പൈതാവറുകളുടെ പേര് പഠിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി കേരള കെ ബാരെ മേ ആപ്പ് ക്യാ ക്യാ ജാൻതേ ഹേ അപ്നെ അൽഫാസ് മേ ലിഖിയേ. കേരളത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം, നിങ്ങളുടേതായ വാചകങ്ങളിൽ എഴുതുക. കേരളത്തിനെക്കുറിച്ച് നമുക്ക് ആദ്യം അറിയാം, കേരള ഹമാര ക്യാ ഹേ, ഹമാര റിയാസത്ത് ഹേ, കേരള ഹമാര റിയാസത്ത് ഹേ. പിന്നെ ഇതിൽ തന്നെ എഴുതാം, കേരൾ ഹരാ ബരാ ഹേ അല്ലേ. പിന്നെ ഇതേ വരി വെച്ച് ഞാൻ എഴുതണം കേട്ടോ. കേരൾ ഫസലോं का खजाना है, കണ്ടോ. യഹാ नारियल, सुपारी, काली मिर्च और काजू जैसे पैदावारों है. മനസ്സിലായോ? അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് അല്ല, തന്നിരിക്കുന്ന വരികളെ വെച്ച് തന്നെയാണ് നമ്മൾ ഇവിടെയും നോട്ട് തയ്യാറാക്കിയിട്ടുള്ളത്.
അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ, ഇനി 6 എ നോക്കാം. ഈദ് കാ ദിൻ താ മറിയം നയാ കപ്പട പഹൻകർ അമ്മി കെ സാത്ത് ബിരിയാണി കാ രഹി തി. ഈദ് ദിവസമായിരുന്നു. മറിയം പുതിയ വസ്ത്രമൊക്കെ ധരിച്ചിട്ട് അമ്മയുടെ കൂടെ ബിരിയാണി കഴിക്കുകയായിരുന്നു. ഇത്തനെ മേഘർ കെ ബാഹർ കിഡ്കി സേ ഉസ്നെ അപ്നി സഹേലി റാണി കോ ദേഖ. അപ്പോഴാണ് അവൾ പുറത്ത് കൂടെ അല്ലേ, പുറത്തിൽ അല്ലെങ്കിൽ വീടിൻ്റെ പുറത്ത് ജനലിലൂടെ ആരെ കണ്ടു? അവളുടെ കൂട്ടുകാരിയായിട്ടുള്ള റാണിയെ കണ്ടു. വോ പുരാനി കപ്പടെ പഹൻകർ ആങ്കൺ മേ കേൽ രഹി തി. അവൾ പഴയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് മുറ്റത്ത് കളിക്കുകയായിരുന്നു. അമ്മി ക്യാമേ റാണി കോബി ബുലാവും. അപ്പോൾ അവൾ അമ്മയോട് ചോദിക്കണം, അമ്മേ ഞാൻ റാണിയെ കൂടി വിളിക്കട്ടെ? ടീക്ക് ഹേ ബേട്ടി, ശരി മോളെ. മറിയം നെ റാണി കോ അപ്നെ ഗർമേ ദാവത് ദി. മറിയം എന്ത് ചെയ്തു? റാണിയെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അമ്മീനെ റാണിക്കോ ഗരം ഗരം ബിരിയാണി കിലായി. അമ്മ അവൾക്ക് റാണിക്ക് ചൂടുള്ള അല്ലേ, നല്ല ചൂടുള്ള ബിരിയാണിയൊക്കെ കൊടുത്തു. ഓർ ഉസ്കോ ഈദ് കാ തുഹ്ഫ ദേദി. പിന്നെയോ പെരുന്നാൾ സമ്മാനവും നൽകി. ഖുഷി സെ റാണിക്ക് ആങ്കെ ബർ ആയി. സന്തോഷത്തിൽ റാണിയുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോൾ ഒരു കഥയാണ് തന്നിട്ടുള്ളത്, നമ്മുടെ ദോസ്തി മോഡലിലുള്ള ഒരു കഥ. ഇതിലൊരു കാര്യം പറയട്ടെ, നമ്മൾ തഹ്വാറിനെ കുറിച്ച് നോട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇല്ലേ, ഇഷ്ടപ്പെട്ട തഹ്വാറിനെ കുറിച്ച്. അപ്പോൾ അന്ന് ആ നോട്ടൊന്നും എഴുതാൻ അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? ഇതെല്ലാം ഉപയോഗിച്ചൊരു നോട്ട് തയ്യാറാക്കാൻ പറ്റില്ലേ? നോക്കൂ, ഈദ് കാ ദിൻ താ, നയാ കപ്പട, ബിരിയാണി, ഈദ് കാ തുഹുഫ, ഇതെല്ലാം ഉപയോഗിച്ച് ഈദിനെക്കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റും? വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റൂല്ലേ? അപ്പോൾ ഞാൻ അതാ പറഞ്ഞത്, ചോദ്യങ്ങൾ തമ്മിൽ ബന്ധമുണ്ടാവും തീർച്ചയാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക തന്നെ വേണം. ഇനി നോക്കാം. ഇനി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? കഥ വായിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന സൂചകങ്ങളുടെ സഹായത്താൽ സവാലാത്ത് അഥവാ ചോദ്യങ്ങൾ തയ്യാറാക്കാൻ. ക്യാ, കോൻ, കഹ, കൈസേ, ക്യോ. ക്യാ അറിയാലോ, എന്ത്. കോൻ ആര്, കഹ എവിടെ, കൈസേ എങ്ങനെ, ക്യോ എന്തുകൊണ്ട്. ഇതുപയോഗിച്ചിട്ട് ചോദ്യങ്ങൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ രണ്ടാമത്തേതോ, ഇസ് കഹാനി കെ ലിയെ മുനാസിബ ഉൻവാൻ തജ്വീസ് കീജിയെ. കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പേര്. ആദ്യം നമുക്ക് പേര് കൊടുക്കാം അല്ലേ? സിമ്പിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മറിയം ഓർ റാണി എന്ന് കൊടുക്കാം. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ദോസ്തി എന്ന് കൊടുക്കാം. ഇനി അതും അല്ല എന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഈദ് കാ തുഹ്ഫ എന്നുള്ളതുണ്ട്, ഇങ്ങനെയും കൊടുക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി കേട്ടോ. വെറുതെ വേറെ ഒന്നും എടുത്ത് തെറ്റായിട്ടുള്ളൊന്നും കൊടുക്കരുത്. ഒന്നും കിട്ടിയില്ലെങ്കിൽ അതിലുള്ള പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ പേരെന്ത് ചെയ്യാം, എടുത്തിട്ട് ഒരു പേര് എഴുതുക കേട്ടോ. ഇനി ചോദ്യങ്ങൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്? ഇപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ തയ്യാറാക്കാം. അത് ഞാൻ ക്യോം എന്നുള്ള പദം വെച്ചിട്ടാണ് കേട്ടോ. നോക്കൂ, ഈ വരി ഖുഷി സെ റാണിക്ക് ആങ്കെ ബർ ആയി അല്ലേ, ഇതിൽ നിന്നാണ് ചോദ്യം തയ്യാറാക്കുന്നത്. നോക്കാം. റാണി കി ആങ്കെ ക്യോ ബർ ആയി. എന്തുകൊണ്ടാണ് റാണിയുടെ കണ്ണുകൾ നിറഞ്ഞത്? ഒരു ചോദ്യമായില്ലേ? ഇനി അടുത്തത് നോക്കൂ. ഇനി ഇവിടെ നിന്നാണ് ചോദിക്കുന്നത്. वो पुराने कपड़े पहनकर आंगन में खेल रही थी. ഇവിടെ ഞാൻ ചോദിക്കുന്നു, ആംഗൺ മേ കോൻ കേൽ രഹി തി. ആംഗൺ മേ അല്ലേ, അല്ലെങ്കിൽ പുരാനെ കപ്പടെ പഹൻകർ ആംഗൺ മേ കോൻ കേൽ രഹി തി. മനസ്സിലായോ? പഴയ വസ്ത്രം ധരിച്ചിട്ട് ആരാണ് മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്നത്? ഒരു ചോദ്യമായില്ലേ? ഇനി ഇതുപോലെ തന്നെ ഇങ്ങനെയും ചോദിക്കാം. റാണി കഹാ കേൽ രഹി തി ചോദിച്ചൂടെ? റാണി കഹാ കേൽ രഹി തി, അങ്ങനെയും ചോദിക്കാം. മനസ്സിലായോ? അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദ്യപദം മാറ്റി അല്ലേ, ഉത്തരം മാറ്റിയിട്ട് അതിന് പകരം ചോദ്യപദം ആ ഭാഗത്തേക്ക് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, വൃത്തിയായിട്ട് ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കാൻ പഠിക്കുക. ഇനി അടുത്തത് നോക്കാം. 6 ബി എന്താണെന്നുള്ളത്. മിന്നു അബ്ബ കെ സാത്ത് ബാസാർ ഗയി. മിന്നു അബ്ബയുടെ കൂടെ ബാസാറിലേക്ക് പോയി. തരാ തരാ കെ പക്വാൻ ഖരീദ് കർ ഖുഷി ഖുഷി കറായി. പലതരത്തിലുള്ള പക്വാനൊക്കെ വാങ്ങിയിട്ട് സന്തോഷത്തോടെ വീട്ടിൽ തിരിച്ചെത്തി. ഉസ്കോ ദേഖ് കർ ദാദി അമ്മ പൂച്ച്നേലേക്ക്. അവരെ കണ്ടിട്ട് ദാദി അമ്മ ചോദിക്കാൻ തുടങ്ങി.
ദാദി അമ്മ എന്താ ചോദിച്ചത്? മിന്നു ബേട്ടി ആപ്പ് കഹാ ഗയി തീ. മിന്നു ബേട്ടി നിങ്ങൾ എവിടെയാണ് പോയിരുന്നത് അല്ലേ? നിങ്ങൾ എവിടെയാണ് പോയിരുന്നുണ്ടായിരുന്നത്? അപ്പോൾ മിന്നു എവിടെ പോയി എന്നാണ് പറയുക? ഇവിടെ തന്നെ ഉണ്ടല്ലോ ചോദ്യത്തിൽ അല്ലേ? ഇവിടെ തന്നിട്ടുള്ള നരേഷൻ പാർട്ടിൽ തന്നെ അതിൻ്റെ ഉത്തരമുണ്ട്. മേ അബ്ബാ കെ സാത്ത് ബാസാർ ഗയി തീ. കണ്ടോ, ഇതിൽ തന്നെ ഉണ്ട് അല്ലേ? എന്നിട്ട് എന്ത് ചോദിക്കാം അടുത്തത്? ബാസാറിൽ നിന്ന് കുറേ സാധനങ്ങൾ, കുറേ പക്വാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, ദാദി എന്ത് ചോദിക്കാം? ബാസാർ സേ തും ക്യാ ലായി. എന്താ കൊണ്ടുവന്നത് അല്ലേ? മിന്നു പറയാം, തരാ തരാ കെ പക്വാൻ ലായി ഹേ ദാദി അല്ലേ? ദാദിക്ക് പിന്നെന്ത് പറയാം? ടീക്ക് ഹേ മിന്നു അല്ലേ? ഇനി ടീക്ക് ഹേ ദാദി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഈ സംഭാഷണം നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് വെച്ച് തന്നെയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. നിങ്ങളും അതുപോലെ ഒന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്താ പറഞ്ഞു വന്നത്? ഇതുപോലെയുള്ള സമാനമായ സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് നൽകുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ചോദ്യപേപ്പർ വൃത്തിയായി വായിക്കുക, എന്നിട്ട് യുക്തിപൂർവ്വം ചിന്തിച്ചുകൊണ്ട് ഉത്തരം എഴുതുക. എന്തായാലും ചോദ്യപേപ്പറിലെ ക്വസ്റ്റ്യൻസ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങളുണ്ടാവും, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എക്സാം നന്നായി എഴുതാൻ പറ്റട്ടെ, നല്ലപോലെ സ്കോറൊക്കെ നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഹുദാ ഹാഫിസ്.